ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു നാടൻ വറുത്തരച്ച ചിക്കൻ കറി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു ഗ്രാമ്പും 2 ഏലക്കായും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 1.5 കപ്പ് നാളികേരം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളർ ആവില്ല കണ്ട, ഇങ്ങനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാക്കിയിട്ടെടുത്താൽ മതിയേ, ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മതി. ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറുമ്പോൾ തീർക്കുക, ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്നല്ല കേട്ടോ, ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൂട് മാറിയ ശേഷം മാത്രം മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്നും പേസ്റ്റാക്കിയിട്ട് അരച്ച് കൊണ്ടുവരാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ച് കൊണ്ടുവന്നാൽ മതി. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല, അറിയില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം. അതിനുശേഷം കുറച്ച് കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 10 ചെറിയുള്ളിയെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു സവോളയെങ്കിൽ എടുക്കുക കേട്ടോ. ഇങ്ങനെ സവോള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവോളയ്ക്ക് പകരം ചെറിയുള്ളി എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ല, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്തെങ്കിലും ചെറിയുള്ളി ചേർത്ത് കൊടുക്കണേ, ഒരു 10 എണ്ണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. നമുക്ക് ഗ്രേവി എത്ര വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്രേവി ഒന്ന് ചൂടായിട്ട് വരണം കേട്ടോ. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ഈ ഗ്രേവി ഒന്ന് ബോയിലായിട്ട് വരില്ലേ, ആ സമയം ഇതുവരെക്കും നമുക്ക് ചൂടാക്കിയിട്ട് ബോയിൽ ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കട്ടെ, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. നമുക്ക് ഈ സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം.
കുറച്ചും ഗ്രേവി തിക്കായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ഇനി പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ചൂടാക്കിയ ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടായ ശേഷം ആ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണോ അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതുവരെക്കും നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ നൂലപ്പത്തിൻ്റെ കൂടെയോ നല്ല ടേസ്റ്റ് കേട്ടോ. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയേ. ഒന്ന് മിക്സാക്കിയ ശേഷം ഉപ്പൊക്കെ നോക്കുക. കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു പൊട്ടാറ്റോ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഈ പൊട്ടാറ്റോ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളിതിലൊക്കെ എല്ലാം കൂടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അത് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെന്ത് കുഴഞ്ഞു പോകും. നമുക്ക് ഫൈനലായിട്ട് കുറച്ച് എരിവ് കുറവുണ്ട് കേട്ടോ. ഞാൻ 2 പച്ചമുളക് കൂടി കയറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടിയിട്ട് നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ അവർക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ചിക്കനൊക്കെ ഓൾറെഡി കുക്കായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ട നമ്മൾ കറി ഇത്രയുള്ളൂ, റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാൻ ആവശ്യമൊന്നും കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഇല്ലേ, 1 ടീസ്പൂൺ ഗരം മസാല മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് കറക്റ്റ് കേട്ടോ. ഉപ്പ് നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.